പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. അവിടുത്തെ മകൾ സ്നേഹമാണ് ഇന്നും നമുക്ക് ദൈവവചനം കേൾക്കുവാനും അത് പഠിക്കുവാനും ഒക്കെയുള്ള അവസരം കർത്താവ് കൃപയാൽ തന്നു. നമ്മൾ എത്ര സ്തുതിച്ചാലും മതി വരാതെ കൊണ്ട് അത്രമാത്രം വലിയ ഉപകാരമാണ് നമ്മൾ ദൈവവചനം കേൾക്കുക എന്നുള്ളത്. ദൈവവചനം കേൾക്കാനുള്ള ഒരു വിശപ്പും ദാഹവും ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് തന്നെ ദൈവകൃപയാണ്. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ ദൈവവചന ധ്യാനത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് ഒരു വിശ്വാസ ജീവിത യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നമ്മൾ ചിന്തിച്ച് വീണ്ടും തുടങ്ങിയത് എന്താണ് വിശ്വാസം എന്നുള്ളത്. അപ്പോൾ ഈ വിശ്വാസം നമുക്കുണ്ടാകുന്നത് തന്നെ ദൈവവചന കേൾവിയാലാകുന്നു എന്ന് എല്ലാ വിശുദ്ധന്മാർക്കും അറിയാം. റോമർ 10:17 വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനത്താലാണ് നമുക്ക് ഈ വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ആ വിശ്വാസം എന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനമാണ്. നമ്മൾ വലിയ വിശാലമായ ക്ലാസ്സുകളൊന്നുമല്ല, എങ്കിലും ഇത് എല്ലാത്തിൻ്റെ ആധാരമാണ് വിശ്വാസം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ അല്പമായിട്ടെങ്കിലും അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ദൈവകൃപയ്ക്ക് നമ്മിൽ നിന്നും ഉളവാകുന്ന പ്രതികരണമാണ് വിശ്വാസം എന്നാണ് നമ്മൾ കണ്ടത്. നിങ്ങൾ അത് ഓർക്കുന്നുണ്ടാവും, അത് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ ആശിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവും നാമും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മാധ്യമമാണ് വിശ്വാസം. ദൈവവും നാമും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മാധ്യമമാണ് വിശ്വാസം. അപ്പോൾ ഇതും വളരെ വിലപ്പെട്ടൊരു കാര്യമല്ലേ. നമുക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള ഒരേ ഒരു കാര്യം വിശ്വാസമാണ്. അപ്പോൾ ദൈവികമായിരിക്കുന്ന സകല ബന്ധങ്ങളും ഇപ്പം നമ്മൾ ദൈവമക്കളായി തീർന്നു. എങ്ങനെയാണ് ദൈവമക്കളായി തീർന്നത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളായി തീരുകയാണ്. ഈ ലോകത്തിൽ 2 നിലയിലുള്ള മക്കളാണ് ഉള്ളത് നമുക്കറിയാം. നമ്മൾ ആദാമ്യ സന്തതിയിൽ ജനിച്ച് ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളെന്ന്. അവർ പാപത്തിൽ ജനിച്ചവരാണ്. അവരെ പിശാചിൻ്റെ മക്കളെന്നാണ് വിളിക്കപ്പെടുന്നത്. നമ്മൾ ദൈവമക്കളായി തീരുന്നത് എപ്പോഴാണ്? നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായി കൈക്കൊള്ളുന്ന ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ജനിക്കുന്നു, ദൈവമക്കളായി ദൈവം നമ്മളെ കൈക്കൊള്ളുന്നു, തൻ്റെ മക്കളായി നമ്മളെ കൈക്കൊള്ളുന്നു. അങ്ങനെയാണ് ആ ബന്ധം. നമ്മളാരും ഈ ലോകത്തിൽ ജനിച്ച ആരും നീതിമാന്മാരല്ല. എന്നാൽ നമ്മൾ നീതിമാന്മാരായി തീരുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ. ചിന്തിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയും നീതിമാനല്ല. ഈ ലോകത്തിൽ നല്ലതായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും നീതിമാൻ എന്നുള്ള ആ പദവിയിലെത്താൻ കഴിയില്ല. കാരണം അവർ പാപികളാണ്. അവരെത്ര നല്ല പ്രവൃത്തി ചെയ്താലും അവർ നീതീകരിക്കപ്പെടുകയില്ല. നീതീകരിക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലെ ആ വിശ്വാസം, ആ ക്രൂശ് മരണം പാപിയായി എനിക്ക് വേണ്ടി ആയിരുന്നു എന്ന് ഒരു പാപി അംഗീകരിക്കുമ്പോൾ മാത്രമേ അവന് നീതീകരിക്കപ്പെടാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളും ദൈവവുമായിട്ടുള്ള ആ ബന്ധം, ആ ബന്ധത്തിൽ നമുക്ക് എന്തെങ്കിലും ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നമുക്ക് വിശ്വാസം അതിൻ്റെ ബേസാണ്, അതിൻ്റെ ആധാരമാണ്, അതിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ വിശ്വാസം എന്ന വ്യവസ്ഥ, ദൈവം ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അപ്പോൾ വിശ്വാസമാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളും ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ ബന്ധം, ആ ദൈവവുമായിട്ടുള്ള ബന്ധിച്ചിരിക്കുന്നത് വിശ്വാസത്താലാണ്. അപ്പോൾ നമുക്കിന്ന് ഏതൊരു കാര്യങ്ങളും നമുക്ക് കർത്താവിൽ നിന്നും പ്രാപിക്കുവാനായിട്ട് കഴിയും. കാരണം അവിടെ നിന്നാണ് പിതാവ്. നമുക്ക് ഏത് കാര്യവും നമ്മൾ മർക്കോസിൻ്റെ ശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, മർക്കോസ് 11:24, അതുകൊണ്ട്
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാവും. എത്ര വ്യക്തമായി കർത്താവ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ദൈവമക്കളായ നാം പിതാവിനെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളല്ലാതെ ഒന്നും നമ്മൾ യാചിക്കുകയില്ല. ഇതേ കാര്യം തന്നെ നമ്മൾ യോഹന്നാൻ 15:7 വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ കർത്താവ് നമ്മിൽ വസിക്കണം, നമ്മൾ കർത്താവിൽ വസിക്കണം, കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തപേക്ഷിച്ചാലും ലഭിക്കുമെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തോടു കൂടി നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ നമ്മൾ തീർച്ചയായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു കഥ കേൾക്കാറില്ലേ, മറിയാമ്മച്ചിയുടെ പ്രാർത്ഥന. എപ്പോഴും മറിയാമ്മ വലിയ ഭയങ്കര ഭക്തയാണ്. അപ്പോൾ ഒരിക്കൽ അച്ഛൻ പ്രസംഗിച്ച് കേട്ടു, നീ മലയോട് മാറി കടലിൽ വീഴുക എന്ന് പറയാൻ അങ്ങനെ സംഭവിക്കും, നീ വിശ്വസിച്ചുകൊണ്ട് പറയുന്നതൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമ്മച്ചിയുടെ വീട് മുറ്റത്ത് ഒരു മലയൊന്നുമില്ല, ഒരു പാറയുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി അന്ന് മടങ്ങി വന്നപ്പോഴത്തേക്കും പാറയോട് കൽപ്പിച്ചു, നീ ഇവിടുന്ന് മാറി അപ്പുറത്തെ ആ വയലിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞ് കൽപ്പിച്ചിട്ട് മറിയാമ്മ വീട്ടിലേക്ക് ഉള്ളിൽ പോയതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ വാതിൽ തുറന്ന് പതുക്കെ നോക്കുക, എന്താണ് അത് പോയോന്ന്. അപ്പോൾ അതവിടെ തന്നെ ഉണ്ട്. അപ്പം മറിയാമ്മ പറയുകയാണ്, അല്ലേലും എനിക്കറിയായിരുന്നു പോകത്തില്ല എന്ന്. നോക്കണം. അപ്പോൾ അവരെങ്ങനെയാണ് അവർ പറഞ്ഞത്? അവർക്ക് ആ ഹൃദയത്തിൽ ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇന്ന് അനേകരുടെയും കാര്യങ്ങൾ അങ്ങനെയാണ്. പലരും ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം ഇത് കേൾക്കും, എനിക്ക് ഇതിന് ഉത്തരം തരും എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്കില്ല. നിങ്ങളൊരു വിശ്വാസമില്ല എങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കില്ല. നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമാണെന്ന് നമ്മൾ പരിശോധിക്കണം നിശ്ചയമായിട്ടും. കാരണം വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയൂ എന്ന് യോഹന്നാൻ 11:40 കർത്താവ് മറാത്തയോട് പറയുന്നുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? നമ്മൾ ബൈബിളിൽ തന്നെ അനേകരുടെ കർത്താവിൻ്റെ അടുക്കൽ വന്ന അനേകരുടെ ആ വിശ്വാസം നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ നമുക്കറിയാം, പള്ളിപ്രമാണിയായ യായിറോസ് തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. നമ്മൾ മർക്കോസ് 5-ാം അധ്യായം അതിൻ്റെ 35-36 വാക്യമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. നോക്കുക, അപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയെന്നുള്ള വാർത്ത അവിടെ എത്തി. എന്നാൽ കർത്താവ് യായിറോസിനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പോൾ പിന്നീട് നടന്നത് നമുക്കറിയാം. അവർ അവിടെ ചെല്ലുന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, അതിൻ്റെ 39-ാം വാക്യം, അകത്ത് കടന്ന് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവരോട് പറഞ്ഞു. ഇത് മരിച്ചില്ല, ഉറങ്ങുകയാ. അപ്പോൾ അവിടെ കാണുന്നത് എന്തുവാ? അവരോ അവനെ പരിഹസിച്ചു. നോക്കുക, കാരണം അവർക്കറിയാം അതിൻ്റെ ജീവൻ പോയി, അത് മരിച്ചുപോയി. എന്നാൽ കർത്താവ് ആ പിതാവിനോട് പറയുകയാണ്, യായിറോസേ, നീ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക. കാരണം നീ എൻ്റെ അടുക്കൽ വന്നത് നിൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ്. അതാണ് എൻ്റെ വിഷയം. വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരെ ഒരു നാളും കർത്താവ് നിരാശരാകുവാൻ സമ്മതിക്കുകയില്ല. വീണ്ടും തുടർന്ന് നാം കാണുന്നത്, അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ച് ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു
എന്ന അർത്ഥത്തോടെ തരീതാ ഭൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. അപ്പോൾ ഇത് വലിയൊരു കാര്യമല്ലേ? മരിച്ചുപോയ കുട്ടി അത് എഴുന്നേറ്റു. അപ്പോൾ ഈ കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ എൻ്റെ മകൾക്ക് സൗഖ്യം വരും, അവൾ മരിക്കുകയില്ല എന്ന് യായിറോസ് വിശ്വസിച്ചു. ആ വിശ്വാസമാണ് തന്നെ കർത്താവിലേക്ക് നടത്തിയത്. അതുകൊണ്ട് കർത്താവ് ആ വിശ്വാസത്തെ ആദരിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ എങ്ങനെയുള്ള വിശ്വാസത്തോടെ കടന്നു വരുന്നേ? കാരണം നമുക്കറിയാം, റോമർ 14:23 അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്, വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണെന്ന പാപം. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് യഥാർത്ഥമായ ആ വിശ്വാസം ഉണ്ടായിരിക്കണം. ഇന്ന് പലപ്പോഴും നമ്മൾ കൂടി വരുമ്പോഴൊക്കെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാത്തതിന് കാരണം അവർ കർത്താവിൻ്റെ സന്നിധിയിലാണ് കടന്നു വന്നിരിക്കുന്നതെന്നും ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കുന്നത്, ദൈവം എന്നോട് സംസാരിക്കുകയാകുന്നു എന്നുള്ള ആ ബോധ്യം പലർക്കും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ ദൈവവചനങ്ങൾ അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരിൽ ഒരു മാറ്റമുണ്ടാകുന്നില്ല. നമ്മളൊരു പ്രാവശ്യം ദൈവവചനം വായിക്കുമ്പോൾ, അത് വായിച്ചു കഴിയുമ്പോൾ നമ്മളിൽ മാറ്റമുണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ആ വചനം വിശ്വാസത്തോടെ വായിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഒരിക്കൽ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ഇത് ദൈവവചനമാണെന്നുള്ള വിശ്വാസത്തോടെ കേൾക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് യാതൊരു മാറ്റം ഉണ്ടായില്ല. വിശ്വാസത്തോടെ ഒരു പ്രാവശ്യം തിരുവചനം കേൾക്കുന്ന വ്യക്തിയിൽ പോലും ഒരു മാറ്റമുണ്ടായിരിക്കും, ഒരു മാറ്റമുണ്ടാവും. ആ മാറ്റം ഇന്ന് നമുക്ക് സംഭവിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ അനേക കാര്യങ്ങൾ നമ്മൾ നടക്കുന്നത് അത് വിശ്വാസത്തിൻ്റെ അഭാവത്തിലാണ്. വിശ്വാസത്തോടെ വചനം കേൾക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ തിരുവചനം കേൾക്കുമ്പോൾ ദൈവവചനമായിട്ട് തന്നെ നമുക്ക് അറിയാം. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ പോയി അവരെല്ലാവരും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദാഹമുള്ളവരായി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പത്രോസ് എന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അപ്പോസ്തലപ്രവൃത്തി 10:33 വാക്യം, ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ, പത്രോസേ നിന്റെ സന്നിധിയിൽ നിന്നല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടിയിരിക്കുകയാണ്, നിന്നോട് ദൈവം പറഞ്ഞതൊക്കെ കേൾക്കാനാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ ആ ഭാഗവും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം ആണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മുൻപാകെ. അപ്പോൾ പത്രോസേ, നീയല്ല ദൈവം, എന്നാൽ നിന്നോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ചിലതൊക്കെ. അത് കേൾക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിന്നിലൂടെ വരുന്നത് നിന്റെ ജ്ഞാനത്തിൻ്റെ വാക്കുകളല്ല, ദൈവശബ്ദമാണ്, ദൈവത്തിൻ്റെ ആലോചനയാണ്. ആ ബോധ്യത്തോടെ അവർ ദൈവവചനം കേൾക്കുകയാണ്. നോക്കണേ, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അതിൻ്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ? ആത്മാവിൻ്റെ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നു. നമ്മൾ കേൾക്കുന്നത് ദൈവവചനമാണെന്നുള്ള ആ ബോധ്യത്തോടെ. അതേ കാര്യം തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ്ലീഹ തെസ്സലോനിക്കരോട് പറയുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 1 തെസ്സലോനിക്ക 2-ാം അധ്യായം 13-ാം വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടോ? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വിഷയത്തിൽ ഒരു വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യം യെരമ്യാ 1:12 അത് ഒന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അതിൻ്റെ 12-ാം വാക്യം, യഹോവ എന്നോട് നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവൃത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് അരുളി ചെയ്തു. നോക്കണേ, എൻ്റെ വചനം നിവൃത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും. നോക്കുക.
അപ്പം ദൈവം വചനം കേൾക്കുമ്പോൾ അതിനെ ദൈവവചനമായിട്ട് അതിൻ്റെ ആദരവോടുകൂടി ഭയഭക്തിയോടുകൂടി കേൾക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം ജാഗരിക്കുന്നു. ദൈവമക്കളെ, അത് എത്ര വിലപ്പെട്ട കാര്യമാണ്. വിശ്വാസമുള്ളിടത്തൊക്കെ അതിൻ്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിൽ നിന്നും എന്തെങ്കിലും അനുഭവമാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൽ വരണം. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ദൈവത്തെ അനുഭവമാക്കുവാനായിട്ട് രുചിച്ചറിയുവാനായിട്ട് കഴിയും. മറ്റൊരു സംഭവം കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. അത് ആ ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഒരു ശതാധിപൻ തൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യത്തിന് വേണ്ടി കർത്താവിനെ സമീപിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ കർത്താവിനോട് ഈ ബാല്യക്കാരൻ്റെ സൗഖ്യത്തിന് വേണ്ടി അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് തൻ്റെ അടുക്കൽ വരുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയുമില്ല. ഈ ശതാധിപനോട് കർത്താവ് പറയാണ്, ഞാൻ വന്ന് സൗഖ്യമാക്കും. ഉടനെ ആ ശതാധിപൻ പറയുന്നതിനറിയോ? അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഓ, നോക്കുക, ആ ശതാധിപൻ്റെ വിശ്വാസം എത്ര വലിയ വിശ്വാസമാണ്. ഇവൻ സാക്ഷാൽ ദൈവമാണ്. അവിടുന്ന് കൽപ്പിച്ചാൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഉളവാക്കുവാൻ കഴിയുന്ന ദൈവസന്നിധിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള നല്ല ബോധ്യത്തോടെയാണ് ആ ശതാധിപനോട് സംസാരിക്കുന്നത്. കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നോക്കണേ പ്രിയമുള്ളവരെ, തൻ്റെ അയോഗ്യത, തൻ്റെ കുറവ് താൻ സമ്മതിക്കുക. എന്നിട്ട് പറയാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭവനത്തിൽ വരണ്ട, ആ രോഗിയുടെ അടുക്കൽ വരണ്ട, നീ ഒരു വാക്ക് പറഞ്ഞാൽ അവന് സൗഖ്യം വരും. എത്ര വലിയ വിശ്വാസമല്ലേ അത്! നമുക്ക് മുന്നോട്ടുള്ള ആ പഠനത്തിൽ അത് കാണാൻ കഴിയും. കർത്താവ് അതിനെ പ്രശംസിക്കുന്നുണ്ട്. ഞാനും ആ ശതാധിപൻ എന്നിട്ടൊരു ദൃഷ്ടാന്തം പറയുക, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നോക്കണം, അതല്ലേ ശരി. പട്ടാളം ഒരിക്കലും തൻ്റെ മേലധികാരിയുടെ വാക്കുകളെ അനുസരിക്കാതിരിക്കുകയില്ല. എനിക്ക് വയ്യെന്ന് പറയാൻ പറ്റിയല്ല, അനുസരിക്കും. അതാ, ഒരു ഉപാധിയും പറയല. അപ്പോൾ ഇവിടെ ഈ ശതാധിപൻ പറയുകയാണ്, പിന്നെ എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുത്തിനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകും, വരിക എന്ന് പറഞ്ഞാൽ വരും, ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യും. ഇതുപോലെ നീ സർവാധികാരിയാണ്. കർത്താവിനെ ആ ശതാധിപൻ പൂർണ്ണമായും വിശ്വസിക്കുക. സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനായി വന്നു എന്നുള്ളത് താൻ അംഗീകരിക്കുക. തൻ്റെ ഒരു വാക്കിന് ശക്തിയുണ്ട് എന്ന് താൻ പറയുക. അതുകൊണ്ടാണ് കർത്താവോടെ തൻ്റെ ആ സാക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നോക്കുക പ്രിയമുള്ളവരെ, ഇസ്രായേലിൽ പോലും കാണാത്ത ഒരു വലിയ വിശ്വാസം ഈ അന്യജാതിക്കാരനായ ശതാധിപനിൽ കർത്താവ് കണ്ടു. അതാണ് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രമാത്രം വിശ്വാസത്തോടെ കടന്നു വരണം. ഇന്ന് പലപ്പോഴും ദൈവസന്നിധിയിൽ വന്നു പോകുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നില്ല.
കാരണം അവർ വിശ്വാസത്തോടെ കടന്നു വരുന്നില്ല. ഇവിടെ കർത്താവ് അതുകൊണ്ട് തന്നെ പറഞ്ഞേ അതുകൊണ്ട് പറഞ്ഞത് യേശു ശതാധിപനോട്, അതിൻ്റെ 13-ാം വാക്യം, 8-ാം അധ്യായം 13-ാം വാക്യം, യേശു ശതാധിപനോട് പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. കണ്ടോ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വാക്കുകൾക്ക് എന്ത് ശക്തിയാണ്! ഈ വചനം വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കഥപുസ്തകം വായിക്കുന്നത് പോലെയോ എന്തെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കുന്ന പോലെയോ ഒന്നും വായിക്കരുതേ ദൈവമക്കളെ. ഈ വചനം എത്രമാത്രം നമ്മൾ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം ദൈവത്തോടുള്ള, ദൈവം എന്നോട് സംസാരിക്കുകയാകുന്നു എന്നുള്ള ബോധ്യത്തിൽ വേണം നമ്മൾ ഈ വചനമൊക്കെ വായിക്കുകയും അല്ല വചനം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ. ഇന്ന് അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടോ? അതുകൊണ്ട് തന്നെ പലരും വചനം വായിച്ചു കഴിയുമ്പോൾ അവർക്ക് എന്തില്ല, അവർക്കൊരു സന്തോഷമില്ല. അല്ല വചനം കേട്ട് കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷമില്ല. കാരണം ദൈവം അവരോട് ഇടപെടുന്നതായിട്ട് അവർ ഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് സംസാരിക്കുന്ന ആ സംസാരം വചനത്തിലൂടെയാണ്. അത് വിശ്വാസമായിട്ട് പരിണമിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയൂ. നമ്മൾ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിഷയം പറയുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം നിങ്ങൾക്ക് വിശ്വസ്തന്മാർക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. 6-ാം വാക്യം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിന് അനുകമ്പയുണ്ട്, കരുണയുണ്ട്. എത്ര വലിയ കാര്യമാണ്! നമുക്ക് ആ നിലയിൽ കർത്താവിനെ അനുഭവമാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ദൈവവും നമ്മളും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരേ ഒരു, അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് കരഗതമാകണമെങ്കിൽ അവിടെ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വിശ്വാസത്തിലൂടെയാണ് നമുക്കത് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. ഇനിയും ഞാൻ മൂന്നാമതൊരു പോയിന്റ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ യഥാർത്ഥമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയമാണ്. ദൈവത്തിൽ ഒരു വിശ്വാസി പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ നമുക്കിന്ന് പൂർണ്ണമായും ദൈവത്തിലുള്ള ആശ്രയമാണോ? ദൈവത്തിന് മാത്രം എൻ്റെ ജീവിതത്തിൽ എല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള ആ ബോധ്യത്തിൽ ദൈവാശ്രയമുള്ളവരായി നാം ജീവിക്കണം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും നമുക്ക് ആശ്രയം. ഇന്നിപ്പം പലരും അവരുടെ അനേക നിലകളിലുള്ള അവരുടെ കഴിവിൽ, അവരുടെ ശക്തിയിൽ, അങ്ങനൊരു വാക്യമുണ്ട്. ഹബക്കൂക്ക് 1:11 വാക്യം, അതിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നത്, സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം എന്നാണ്. സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുടെ ദൈവം ആരാണ്? ഈ ദൈവാശ്രയമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തിയല്ല. ഇന്ന് അനേക കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസത്തോടു കൂടിയാണോ ചെയ്യുന്നതെന്ന് പരിശോധിക്കണം. ദൈവത്തിൻ്റെ ആശ്രയം, ദൈവം എനിക്കത് സാധിപ്പിച്ചു തരും, കർത്താവിൻ്റെ കൃപ എന്നോട് കൂടെ ഉണ്ട്, കർത്താവിനാൽ ഞാനത് നേടിയെടുക്കും എന്ന് നമ്മൾ പറയണ്ടേ. എന്നാൽ നമുക്ക് എൻ്റെ കയ്യിൽ പണമുണ്ട്, ഞാനത് മേടിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ശക്തി നമ്മുടെ സ്വയശക്തിയായി മാറുകയാണ്. നമ്മൾ യഥാർത്ഥത്തിലൊരു വിശ്വാസിയാണെന്ന് ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ പറയാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കാണുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ചിന്തിക്കുക അല്ലേ? പലർക്കും അവരുടെ ശക്തി എന്ന് പറയുന്നത് അവരുടെ അറിവാണ്. ഞാൻ ശക്തനാണ്, എനിക്കെല്ലാം അറിയാം, എനിക്ക് ആരുടെയും പ്രത്യേക ഉപദേശമൊന്നും വേണ്ട. അപ്പോൾ അവർ ദൈവവചനത്തിൻ്റെ ആലോചനകളെ അവരെന്ത് ചെയ്യുന്നു? തള്ളിക്കളയുന്നു. നോക്കണം, ചിലർക്ക് ശക്തി എന്ന് പറയുന്നത് അവരുടെ മക്കളാണ്. പിന്നെ മക്കളെല്ലാം നല്ല നല്ല ഉദ്യോഗസ്ഥരും നല്ല നല്ല അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇനി
എനിക്ക് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ഉള്ള ഇതിൽ ആശ്രയിക്കുന്നവരുണ്ട്. ചിലർക്ക് ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിലാണ്. അവരുടെ തൊഴിൽ, എനിക്ക് എന്നെ ദൈവാശ്രയമൊന്നും ഇല്ലെങ്കിലും എനിക്കെൻ്റെ തൊഴിലിലൂടെ ജീവിക്കാൻ പറ്റും. ഇതൊക്കെ എത്ര മണ്ടത്തരങ്ങളാണ്. നമ്മൾ ചിന്തിക്കണം. യഥാർത്ഥമായ ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്, ദൈവാശ്രയമുള്ള. അങ്ങനെയുള്ളവർക്കാണ് ഈ സ്വർഗരാജ്യം. നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം കർത്താവിൻ്റെ മഹാടി ഉപദേശം, മലയിലെ ആ ഉപദേശം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതെന്നാണ്. എന്താ ഈ ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കർത്താവേ, നീനെ കൂടാതെ എനിക്കൊന്നുമില്ല, അവിടെ നിന്ന് എനിക്ക് എല്ലാറ്റിലും എല്ലാമാണ്. അതാ പ്രിയമുള്ളവരെ, കർത്താവിൽ എല്ലാത്തിലും ആശ്രയിക്കുന്ന, എനിക്കൊന്നും കഴിയില്ല എന്നാൽ എൻ്റെ കർത്താവിനെല്ലാം കഴിയും. ആ നിലയിൽ കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കാണ് സ്വർഗരാജ്യം. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവദൃഷ്ടിയിൽ എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ നമുക്കറിയാം, നമുക്ക് യഥാർത്ഥമായിട്ടും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ തന്നെ അവിടെ ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം ആ തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മൾ ലൂക്കോസ് 9:23 വായിക്കുന്നുണ്ട്. അപ്പോൾ തന്നെത്താൻ ത്യജിച്ച് എന്ന് പറഞ്ഞാൽ ഏത് നിലയിലും എനിക്ക് എൻ്റെ കഴിവോ എൻ്റെ കാര്യങ്ങളോ അതെല്ലാം തീർന്നു, ഇനി ദൈവാശ്രയത്തിൽ മാത്രം മുന്നോട്ട് പോകുന്നൊരു അനുഭവം, അതൊരു വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവാശ്രയത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. 4-ാമത്തെ കാര്യം ഞാൻ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കഴിവിലും പ്രവൃത്തിയിലും ആശ്രയിക്കാതെ ക്രിസ്തുവിൽ കൂടി വെളിപ്പെടുന്ന ദൈവകൃപയിൽ സമ്പൂർണമായും സമർപ്പിക്കുന്നതാണ് വിശ്വാസം. നോക്കണം, സമ്പൂർണമായ സമർപ്പണമില്ലാത്ത ഒരു ജീവിതം അതൊരു വിശ്വാസ ജീവിതമല്ല. എൻ്റെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം സംഭവിച്ചാലും അത് ദൈവഹിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ ദൈവവഴിയിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പൂർണ്ണമായും വിധേയപ്പെടുത്തി ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഒരു ദൈവോദ്ദേശമുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. എന്നെ ക്രിസ്ത്യാനിരൂപരാക്കി തീർക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ള ആ ബോധ്യം നമുക്കറിയാം. തൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരെല്ലാം തൻ്റെ ഹൃദയത്തെ കലക്കുന്ന സംഭവങ്ങൾ ഉണ്ടായതായിട്ട് കാണാം. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചുകൂടായികയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഹിതം അങ്ങനെയാണ്. നോക്കുക, ഇപ്പോൾ യെരുശലേമിൽ പോയി കഴിഞ്ഞാൽ അനേക പ്രതികളുണ്ടാവും, അവിടെ ജയിൽവാസമുണ്ടാകും, കഷ്ടങ്ങളുണ്ടാകും. ഇതെല്ലാം പ്രവാചകൻ വന്ന് പ്രവചിച്ചെങ്കിലും പൗലോസ്ലീഹ പറയുകയാണ്, ഇല്ല, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, ഞാൻ പോകണം. അപ്പോൾ ഞാൻ യെരുശലേമിലേക്ക് പോയിട്ട് അവിടെ ഞാൻ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നോക്കുക, എത്രമാത്രം കർത്താവിലേക്കുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു ജീവിതമാണ്. അതാ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ. വിശ്വാസം അത് സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ ഒരു ജീവിതമാണ്. അവസാനം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവവചനം പറയുന്നത് അതുപോലെ അനുസരിക്കുന്നതാണ് വിശ്വാസം. എന്താണ്?
വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവചനം പറയുന്നത് അതുപോലെ അനുസരിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മൾ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത്. അപ്പോൾ നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരാണോ? അതേ ദൈവമക്കളെ, നമ്മൾ ദൈവത്തോടുള്ള അനുസരണത്തിൽ നമ്മൾ സകലത്തിലും അനുസരണമുള്ളവരായിരിക്കണം. എല്ലാം തിരുവചനം എന്ന് പറഞ്ഞോ അതനുസരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതിനെക്കുറിച്ച് നമ്മൾ സംശയിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരിലൂടെയാണ് യഥാർത്ഥ ദൈവനാമം മഹത്വപ്പെടുന്നത്. അത് റോമാലേഖനം അതിൻ്റെ 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ റോമിലുള്ള വിശ്വാസികളെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എത്ര വലിയ കാര്യമാണ്! എത്ര വലിയ കാര്യമാണ്! നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. അല്ലേ? ആദ്യമുണ്ടായ തെറ്റ്, പാവം, അനുസരണക്കേട്. ഇന്നും അനുസരണക്കേടിൻ്റെ ആത്മാവ് അനേകരിൽ വ്യാപരിക്കുന്നത്. പ്രിയമുള്ളവരെ, അബ്രഹാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. മാത്രമല്ല, അബ്രഹാമിൻ്റെ അനുസരണം ജാതികളായ നമുക്കും അനുഗ്രഹത്തിന് കാരണമായി എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. ഉൽപ്പത്തി 22:18, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നോക്കുക, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്ന ഇസ്ഹാക്കിനെ കുറിച്ചല്ല എന്ന് ദൈവമൊക്കെ അറിയാം. അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാകുന്നു എന്ന് നമ്മൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെക്കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെക്കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പോൾ ക്രിസ്തുവിലൂടെ ലോകത്തിലെ സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന ഈ വലിയ രക്ഷാപദ്ധതിയുടെ വാഗ്ദത്തം അത് അബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരം ജാതിക്കും ലഭിക്കാനിടയായത് അബ്രഹാമിൻ്റെ അനുസരണമായിരുന്നു എന്നാണ് നാം കാണുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ഇവിടെ പറയട്ടെ, നമ്മൾ അനുസരിക്കുന്നതാണ് വിശ്വാസം. ഒരു വിശ്വാസി അനുസരിക്കുന്നവനായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുസരിക്കുന്ന ആ മനോഭാവം നമുക്കുണ്ടോ? അപ്പോൾ ഞാനിവിടെ എന്താണ് വിശ്വാസം എന്നതിനെക്കുറിച്ച് 5 പോയിന്റുകളാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ അത് വേഗം പറഞ്ഞാൽ നിർത്തിയേക്കാം. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ദൈവകൃപയ്ക്ക് നമ്മിൽ നിന്നുളവാകുന്ന പ്രതികരണമാണ് വിശ്വാസം. നമ്മളിത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുകയുണ്ടായി. 2, നമ്മൾ കണ്ടത് ദൈവവും നാമവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മാധ്യമമാണ് വിശ്വാസം. 3, സ്വയത്തെ നിഷേധിക്കുന്നതും ദൈവത്തെ ആശ്രയിക്കുന്നതുമാണ് വിശ്വാസം. 4, നമ്മുടെ കഴിവിലും പ്രവൃത്തികളിലും ആശ്രയിക്കാതെ ക്രിസ്തുവിൽ കൂടി ദൈവം വെളിപ്പെടുത്തുന്ന ആ ദൈവകൃപയിൽ സമ്പൂർണ്ണമായും നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് വിശ്വാസം. 5, ദൈവവചനം പറയുന്നത് അതുപോലെ അനുസരിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ദൈവം മീൻ ചെയ്ത അതേ വിശ്വാസം എന്നിലുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. വളരെ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനൊരു യഥാർത്ഥ ഒരു വിശ്വാസിയാണോ? ഞാൻ യഥാർത്ഥമായും ഒരു ദൈവത്തിലായി തീർന്നിട്ടുണ്ടോ? എനിക്ക് ഒരു ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കർത്താവ് ഈ ആലോചനകളാൽ, ഈ വചനങ്ങളാൽ എല്ലാവരെയും ധാരാളമായിട്ട് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ സഹായിക്കട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.